നമസ്കാരം. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ ഇരുണ്ട മുഖം ലോകത്തിന് മുന്നിൽ പലതവണ തുറന്നുകാട്ടിയ രാജ്യമാണ് പാകിസ്ഥാൻ. എന്നാൽ ഇന്ന് ആ രാഷ്ട്രം നേരിടുന്നത് അതിലും വലിയൊരു അന്താരാഷ്ട്ര തിരിച്ചടിയാണ്. സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും പേരിൽ തങ്ങളെ ആശ്രയിച്ച ഗൾഫ് രാജ്യങ്ങൾ പോലും ഇന്ന് പാകിസ്ഥാനെ സംശയ കണ്ണോടുകൂടി നോക്കുന്നു. UAE-യും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള പ്രമുഖ രാജ്യങ്ങൾ സാധാരണ പാക് പൗരന്മാർക്ക് വിസ നൽകുന്നത് നിർത്തിവെച്ചുവെന്ന വാർത്ത പാക് ഭരണകൂടത്തിന് ലോകരാജ്യങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. വിസയ്ക്ക് അപേക്ഷിക്കുന്നവരിൽ വലിയൊരു പങ്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് ഈ നിലപാടിന് പിന്നിലെ കാരണം. ഭീകരതയുടെ പ്രഭവ കേന്ദ്രം എന്ന ചീത്തപ്പേരിന് പുറമെ ഇപ്പോൾ ക്രിമിനലുകളെ കയറ്റി അയക്കുന്ന രാഷ്ട്രം എന്ന പുതിയ വിശേഷണം കൂടി പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പാസ്പോർട്ടിന്റെ വില ഇല്ലാതാകുന്ന ഈ അവസ്ഥ വെറുമൊരു നയതന്ത്ര പ്രതിസന്ധി മാത്രമല്ല, സ്വന്തം പൗരന്മാരോടുള്ള ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മയുടെ ഭീകരമായ ചിത്രമാണ് തുറന്നു കാട്ടുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ തലവേദനയായി മാറുകയാണ്, പ്രത്യേകിച്ച് UAE-ക്ക്. അതിർത്തി കടന്നുള്ള ഭീകരതയെക്കുറിച്ച് നമ്മൾ നിരന്തരം സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പാകിസ്ഥാനെ കുറിച്ച് ഇപ്പോൾ കേൾക്കുന്നത്. വിദേശത്ത് ജോലി തേടുന്ന പാക് പൗരന്മാരുടെ വിസ അപേക്ഷകൾക്ക് പ്രമുഖ അറബ് രാജ്യമായ UAE കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. വിസയ്ക്ക് അപേക്ഷിക്കുന്നവരിൽ വലിയൊരു പങ്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന കണ്ടെത്തൽ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. UAE-യിലേക്ക് എത്തി ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ടാണ് UAE ഈ കർശന നടപടിക്ക് മുതിർന്നത്. ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായി ലോകം പാകിസ്ഥാനെ മുദ്ര കുത്തിയിരിക്കുന്നു. ക്രിമിനലുകളെയും ഭീകരവാദികളെയുമാണ് പാകിസ്ഥാൻ പോറ്റി വളർത്തുന്നത്. സംശയകരമായ വിദ്യാഭ്യാസ യോഗ്യതാ രേഖകളും വിശ്വസനീയമല്ലാത്ത മറ്റു വിവരങ്ങളും പാക് പൗരന്മാർക്കെതിരെയുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണ്. UAE മാത്രമല്ല, സൗദി അറേബ്യയും പാകിസ്ഥാനെതിരെ കടുപ്പിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയും പാകിസ്ഥാനിന് വിസ നൽകുന്നത് നിർത്തി കഴിഞ്ഞു. പാകിസ്ഥാനിൽ നിന്നുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും മാത്രമേ ഇരു രാജ്യങ്ങളും ഇപ്പോൾ വിസ നൽകുന്നുള്ളൂ. സാധാരണ പാക് പൗരന്മാർക്ക് നൽകുന്നില്ല. UAE-യിൽ പാക് പൗരന്മാർ നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതാണ് ഇതിനെല്ലാം കാരണമായി പറയുന്നത്. സൗദി അറേബ്യ നേരത്തെയും പാകിസ്ഥാന് താക്കീത് നൽകിയതാണ്. വളരെയധികം സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടെ കുറച്ച് പാക് പൗരന്മാർക്കെങ്കിലും സൗദി വിസ ലഭിച്ചത്. കുവൈറ്റും സമാനമായ രീതിയിൽ പാകിസ്ഥാനെ വിമർശിച്ചിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ചില നഴ്സുമാർ ജോലിയുടെ ഭാഗമായുള്ള ചില കാര്യങ്ങൾ നിർവഹിക്കുന്നില്ലെന്നും പ്രാദേശിക ഭാഷ പഠിക്കാൻ തയ്യാറാകുന്നില്ലെന്നുമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തായാലും പാകിസ്ഥാനെ കുറിച്ച് കേൾക്കുന്നത് ഒട്ടും നല്ലതല്ലാത്ത കാര്യങ്ങളാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാന്റെ വില ഇല്ലാതാവുകയാണ്. സത്യസന്ധമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശത്ത് പോകുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരായ പ്രവാസികൾക്ക് പാകിസ്ഥാൻ എന്ന രാജ്യം ഒരു വലിയ അപമാനമാണ് വരുത്തി വെച്ചിരിക്കുന്നത്. ക്രിമിനൽ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടത്തിന്റെ ഈ നയം കാരണം ഇല്ലാതാകുന്നത് സാധാരണ പൗരന്മാരുടെ കൂടി ജീവിതമാണ്. സ്വന്തം പൗരന്മാർക്കിടയിലെ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാനോ വിദേശത്തേക്ക് പോകുന്നവർക്ക് ക്രിമിനൽ ബന്ധമില്ലെന്ന് ഉറപ്പുവരുത്താനോ പാകിസ്ഥാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ലെങ്കിൽ അത് ലോകത്തിന് മുഴുവൻ ഭീഷണിയാണ്. പാകിസ്ഥാൻ ഈ വിനാശകരമായ വഴിയിൽ നിന്ന് പിന്മാറിയേ മതിയാകൂ. ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ലോകത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന കാലം വിദൂരമല്ല. ഈ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി വെറും വിസ നിഷേധത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സൗദി അറേബ്യയുടെയും കുവൈറ്റിന്റെയും താക്കീതുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങളുടെ സഹനത്തിന്റെ പരിധി ലംഘിച്ചു എന്ന് തന്നെയാണ്. തങ്ങളുടെ പൗരന്മാരുടെ വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ചും ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ചും വിദേശ രാജ്യങ്ങൾ ആശങ്ക ഉന്നയിക്കുമ്പോൾ സത്യസന്ധമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് പൗരന്മാരുടെ കൂടി ഭാവിയാണ് ഇല്ലാതാകുന്നത്. ക്രിമിനൽ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സ്വന്തം പൗരന്മാർക്ക് അന്താരാഷ്ട്ര വേദിയിൽ മാന്യത ഉറപ്പാക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ ഭരണകൂട നയം ലോകത്തിന് മുഴുവൻ ഭീഷണിയായി മാറുകയാണ്. ഇനിയും വിനാശകരമായ പാതയിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയില്ലെങ്കിൽ ഭീകരവാദത്തിന്റെയും ക്രിമിനൽ വൽക്കരണത്തിന്റെയും പേരിൽ ഈ രാജ്യം ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടും. രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പാക് ഭരണകൂടം തങ്ങളുടെ നയങ്ങൾ തിരുത്തുകയും ആഗോള സമൂഹത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കുകയും ചെയ്തേ മതിയാകൂ.